ഹായ് ഫ്രണ്ട്സ്, ഷൈനിക് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ മുതൽ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ്. ജസ്റ്റിസ്, 10 of Wands, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും 8 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. സ്ട്രെങ്ത്, 5 ഓഫ് കപ്സ്, 8 ഓഫ് Wands, ജഡ്ജ്മെൻറ്റ്. ഓക്കെ, ജസ്റ്റിസിന് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. 7 ഓഫ് പെൻറ്റക്കിൾസ്, എസ് ഓഫ് സോർട്സ്. ബോട്ടത്തിൽ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നത്. ആ വ്യക്തി ചിന്തിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി ഒരു പ്രാധാന്യം തന്നിട്ടില്ല ജീവിതത്തിൽ. നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ ഒന്നും നിങ്ങൾക്ക് പ്രാധാന്യം തരാതെ മറ്റു പല കാര്യങ്ങൾക്ക് ആ വ്യക്തി പ്രാധാന്യവും സമയവും കൊടുത്തു എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തോ നിങ്ങൾ ചിലപ്പോൾ തമ്മിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു അകൽച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ വ്യക്തി തന്നെ എന്നാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ അവരിങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണെന്ന് അവർ ചിന്തിക്കുന്നു. കാരണം നേരത്തെ നിങ്ങളോടൊപ്പം ഇരുന്നപ്പോൾ അവരൊത്തിരി ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവരതൊന്നും മനസ്സിലാക്കിയില്ല. ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു അകൽച്ചയോ പ്രശ്നം വന്നപ്പോൾ അവർക്കത് ഫീലാകുന്നു. ബട്ട് ചിലപ്പോൾ അതവർ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല. ബട്ട് അതാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതൊരു ഭാരമാവാൻ തുടങ്ങി. നിങ്ങൾക്കതൊരു കഷ്ടമായി ഫീൽ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഹെവി ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയത് കൊണ്ട് നിങ്ങൾ അത്രയും ഇതെല്ലാം ഒന്ന് അവസാനിപ്പിച്ച് എൻ്റെ ആക്കിയാൽ മതി എന്നുള്ള ഒരു ഇതിൽ വന്നു എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ ഒരുപാട് സഹിച്ചു നിന്നിട്ടുണ്ടും എന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു അകൽച്ചയോ ബ്രേക്കപ്പോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ ഒരു എൻഡിങ് ഉണ്ടായത് എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടാകുമോ എന്നും ചിന്തിക്കുന്നുണ്ട്. ഇവിടെ 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ പഴയ ആ സ്നേഹം, ആ നിങ്ങൾ തമ്മിൽ കടന്നുപോയ ആ പരസ്പരം ഇഷ്ടവും സ്നേഹവും ആ സിറ്റുവേഷൻസും ഒന്നായിട്ടിരുന്നപ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും ആ ഓർമ്മകളും എല്ലാം നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ചു എന്നും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളെല്ലാം അതൊക്കെ മറക്കാനും അതൊക്കെ വിട്ടിട്ട് പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. കാരണം അത് പിടിച്ചു വച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷവും ഇല്ല. അത് വിട്ടിട്ട് നിങ്ങളുടെ സന്തോഷത്തിനെ തേടി, ഒരു പ്രകാശത്തിനെ തേടി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പം പഴയ അത്രയും ഒരു സെൻസിറ്റീവായ ഇമോഷൻസിന് അടിമപ്പെടുന്ന ഒരു വ്യക്തിയല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഷൗട്ട് ചെയ്യുന്ന, കരയുന്ന, പലരും ആ വ്യക്തിയോട് ചിലപ്പോൾ മാനിപ്പുലേഷൻ, പല കാര്യങ്ങളും വളച്ചൊടിച്ച് എല്ലാത്തിനും പല കള്ളത്തരങ്ങളും പറയുമ്പോൾ നിങ്ങൾ അതിൽ വീഴുക, വീണ്ടും അതേ സിറ്റുവേഷൻസിലൂടെ കടന്നു പോവുക, ഒരുപാട് വേദനിക്കുക. നിങ്ങളെ ഒരുപാട് ആ വ്യക്തി ചിലപ്പോൾ പറ്റിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങളും പറഞ്ഞ്. സോ അങ്ങനെ കുറേ നിങ്ങളൊരു പാറ്റേൺ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ, കുറച്ച് പേരുടെ ജീവിതത്തിലെങ്കിലും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ലെന്നാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ കുറേ സ്ട്രോങ് ആയിട്ടുണ്ട്, കുറേ ബോൾഡായിട്ടുണ്ട് നിങ്ങൾ. അതുമാത്രമല്ല, ഇതിൽ കുറച്ച് പേരൊക്കെ സ്വന്തം കാലിൽ ഇപ്പോൾ നിൽക്കാൻ തുടങ്ങി എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ സുഖം, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതിൽ സാറ്റിസ്ഫൈഡ് ആവാനും സന്തോഷം കണ്ടെത്താനും നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. കുറച്ച് പേർക്കൊക്കെ നിങ്ങൾ അതിലൂടെ മണിയും സമ്പാദിക്കുന്നുണ്ട്, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്നു, നിങ്ങളിപ്പോൾ വളരെ ഒരു സ്ട്രോങ് എനർജി എന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ. നേരത്തെ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കില്ല. സോ ഇപ്പോൾ അത് മാത്രമല്ല, വീണ്ടും ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾ വളരെ ആത്മവിശ്വാസമുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ള വ്യക്തിയായി മാറിക്കഴിഞ്ഞു എന്നാണ് നിങ്ങളെക്കുറിച്ച് അവർ വീണ്ടും വന്നിരിക്കുന്നതാണ്.
അങ്ങനെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർക്കുണ്ട്. നിങ്ങൾക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി നിങ്ങൾ നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി പഴയതുപോലെ നിങ്ങൾ ആ വ്യക്തിയോട് ഇരിക്കുമോ എന്ന് തന്നെ ആ വ്യക്തിക്കിപ്പോൾ സംശയമാണ് എന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി ആ വ്യക്തി നിങ്ങളോട് വന്ന് പഴയതുപോലെ മാനിപ്പുലേഷനൊക്കെ ചെയ്താൽ ഒന്നും വർക്കൗട്ട് ആകില്ല എന്നുള്ള ചിന്തയും ആ വ്യക്തിക്കുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ബന്ധത്തിനെക്കുറിച്ച് മുമ്പോട്ട് ഒരു പ്രതീക്ഷയും ഇല്ല എന്നാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു എന്നാണ്. ഈ ബന്ധം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകില്ല, ഈ ബന്ധത്തിൽ ഇനി എത്ര എഫേർട്ട് ഇട്ടിട്ടും ഒരു പ്രയോജനം ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. കാരണം ആ വ്യക്തി നിങ്ങൾക്ക് പ്രാധാന്യം തരാതെയൊക്കെ നിന്നത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ എത്തി എന്നാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കഷ്ടമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഒരു മെസ്സേജ് നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് തന്നു, അല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരണം, എന്തായാലും നിങ്ങൾക്കൊരു ഓഫറൊക്കെ തന്നു നിങ്ങളെ കൂടെ കൂട്ടണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളോടൊപ്പം യാത്രകൾ പോകാനും ഒപ്പം നിങ്ങളോടൊപ്പം ചെലവഴിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് അവരിൽ നിന്ന് മാറിപ്പോകുന്നതായും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് മാറിക്കഴിഞ്ഞു എന്നും ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് അതിൻ്റെ ജഡ്ജ്മെൻ്റാണ് ഇവിടെ കിട്ടുന്നതെന്ന് അവർ ചിന്തിക്കുന്നു. ആ വ്യക്തി നിങ്ങളോട് അങ്ങനെയൊക്കെ ഒരുപാട് നിങ്ങൾക്ക് പ്രാധാന്യം തരാതെ അങ്ങനെയൊക്കെ നിങ്ങളോട് വേദനിപ്പിച്ചതിൻ്റെ ജഡ്ജ്മെൻ്റാണ് അവർക്കിപ്പോൾ കിട്ടുന്നത് എന്നും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. സോ അങ്ങനെ ആ വ്യക്തി ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷയില്ല. വീണ്ടും അങ്ങനത്തെ സെയിം കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ബന്ധം ഇനി നന്നായിട്ട് നിങ്ങളോടൊപ്പം മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഈ ബന്ധത്തിൽ എത്ര എഫേർട്ട് ഇട്ടിട്ടും ഇനി ഒരു പ്രയോജനം ഇല്ലെന്നുള്ള ഒരു ഡിസിഷനിൽ നിങ്ങളെത്തി എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവർ പക്ഷേ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളിൽ നിന്നൊരു മെസ്സേജ് വരുമോ, ഇല്ല വീണ്ടും നിങ്ങളുടെ ആ ഒരു പഴയ ഒരു പാറ്റേൺ തുടരുമോ എന്നൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയും ഉണ്ട് ഇവിടെ. പിന്നെ നിങ്ങൾ എന്തൊക്കെയോ സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് ആ വ്യക്തിയെക്കുറിച്ചുള്ളതായിരിക്കാം. ഇതുവരെ പല മാനിപ്പുലേഷൻ, പല കള്ളത്തരങ്ങളും, പല മറച്ചു വെച്ച് പല കാര്യങ്ങളും നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളോട് പല കാര്യങ്ങളും, പല സത്യങ്ങളും പറയാതിരുന്നിട്ടുണ്ടാവാം. ആ പറയാതിരുന്ന പല കാര്യങ്ങളും നിങ്ങളിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾ അവരിൽ നിന്നിപ്പോൾ മാറി നിൽക്കുന്നു എന്നും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. പിന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി ആ വ്യക്തിക്ക് നിങ്ങളോട് വന്ന് എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കുമോ എന്നുള്ള ഒരു ഡബിൾ മൈൻഡ് ആ വ്യക്തിക്കുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ പാത നോക്കി, നിങ്ങളുടെ ഒരു കരിയർ ആവാം, നിങ്ങളുടെ ഒരു ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നോക്കി നിങ്ങൾ പോകാൻ തുടങ്ങിയെന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ബോട്ടത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവരൊരു ഹാപ്പി ഫാമിലി ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളോട് ഇരുന്നപ്പോൾ എന്തായാലും അവരങ്ങനെ ഒന്നും ഒരു പ്രാധാന്യം തരാതെ മാറി നിന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ നിങ്ങളോടൊപ്പം ചെലവഴിച്ച ആ നിമിഷങ്ങളൊക്കെ അവരൊരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായെങ്കിലൊക്കെ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നു എന്നുകൂടെ കാണുന്നത്. മാത്രമല്ല അത് ആ വിക്ടറി വന്നിട്ടുണ്ട്. അവർ നിങ്ങളോടൊപ്പമുള്ള ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവണം, അല്ലാതെ സന്തോഷം, വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാകണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ റീഡിംഗ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.